ഹായ് ഹലോ, ഇന്ന് നമുക്കൊരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാം. അപ്പോൾ ഇന്ന് നമുക്ക് വൈകിട്ടായിട്ട് കൊടുക്കാനുള്ള 2 കേക്കിൻ്റെ ഓർഡറാണ് കേട്ടോ. രാവിലെ വന്നതാണ്. രാവിലെ ഒരു 10 മണിയായപ്പോഴാണ് കേട്ടോ ഈ ഒരു 2 കേക്കിൻ്റെ ഓർഡർ വന്നത്. ഒന്ന് എൻ്റെ കസിന് വേണ്ടിയിട്ടും വേറെ ഒന്ന് നമുക്ക് സെപ്പറേറ്റ് പുറത്തുനിന്നുള്ളൊരു ഓർഡറായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ഒരു കേക്ക് സത്യത്തിൽ അന്ന് തന്നെ കൊടുക്കാൻ ഓർഡർ വന്നു കഴിഞ്ഞാൽ ഭയങ്കര മടിയാണ്. അപ്പോൾ 2 കേക്കിൻ്റെ ഓർഡർ വന്നപ്പോൾ എന്തായാലും ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ ഒരു മോഡൽ നമ്മൾ ഇപ്പോൾ അടുത്ത് ചെയ്തായിരുന്നു. അപ്പോൾ അവർ കസ്റ്റമർ അത് തന്നെയാണ് കേട്ടോ ചൂസ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ റെഡാണ് ചെയ്യാൻ പറഞ്ഞത്. നമ്മൾ ചെയ്തിരുന്നത് അതിൻ്റെ പിങ്ക് ആയിരുന്നു കേട്ടോ. ഇതൊരു ആനിവേഴ്സറി കേക്കാണ്. അപ്പോൾ നമ്മൾ കേക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ റെഡ് റിബൺ വെച്ചിട്ട് കേക്കിലൊന്ന് ഡെക്കറേറ്റ് ചെയ്യാന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം ഈ ഒരു കേക്ക് ഫുള്ളി കംപ്ലീറ്റ് ചെയ്തു. എന്നിട്ടാണ് കേട്ടോ നമ്മൾ അടുത്ത കേക്ക് എടുത്തത്. അപ്പോൾ 2 കേക്കും 2 ഭാഗത്തേക്കുള്ളായിരുന്നു. അന്ന് തന്നെ ഓർഡർ വന്നു കഴിഞ്ഞാൽ സത്യത്തിൽ ഭയങ്കര മടിയാണ് കേട്ടോ ചെയ്യാൻ. കാരണം നമ്മൾ വീട്ടിലെ കാര്യങ്ങളും മക്കളെ കാര്യങ്ങളും അതിൻ്റെ ഇടയിൽ പെട്ടെന്ന് ഓർഡർ വന്നു കഴിഞ്ഞാൽ നമുക്കെല്ലാം കൂടി ഒന്ന് ബാലൻസ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ. എന്നാലും നമുക്കിപ്പോൾ വെക്കേഷൻ ആയതുകൊണ്ട് കുട്ടീനെ നോക്കാൻ ആളുള്ളതുകൊണ്ട് എളുപ്പമായി. അപ്പോൾ നമ്മൾ ഓർഡർ അങ്ങനെ പെട്ടെന്ന് സെറ്റ് ചെയ്ത് കൊടുത്തു കേട്ടോ. ഈ ഒരു കേക്കിൻ്റെ ഫ്ലേവർ നമ്മൾ കുൽഫിയാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ കസിന് വേണ്ടിയിട്ടാണല്ലോ, അപ്പോൾ നമ്മൾ ഇഷ്ടത്തിന് ചെയ്തു എന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ കുൽഫി കേക്കാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. അത്യാവശ്യം നല്ല റിച്ച് ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഇനി ഡിസൈൻ ഒന്നും പറഞ്ഞിട്ടില്ല കേട്ടോ, നമ്മളിഷ്ടത്തിന് ചെയ്യാൻ പറഞ്ഞു. പെട്ടെന്ന് വന്ന ഓർഡർ ആകുമ്പോൾ ഡിസൈൻ ചെയ്യുമ്പോഴാണ് കേട്ടോ നമുക്ക് സെർച്ച് ചെയ്യാനോ അവർക്ക് അയച്ചു കൊടുക്കാനോ സെലക്ട് ചെയ്യാനുള്ള ടൈമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഈ ഒരൊറ്റ ടോപ്പർ എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ, ഹാപ്പി ബർത്ത്ഡേ. അതാണെങ്കിൽ അതിൻ്റെ സ്റ്റിക്കും ആ വയ്യും എൻ്റെ അടുത്ത് പൊട്ടിപ്പോയി. അപ്പോൾ നമുക്കത് മുകളിൽ വെക്കാൻ വയ്യാത്തതുകൊണ്ട് ഞാൻ പിന്നെ അത് പൂവൊക്കെ റിമൂവ് ചെയ്തിട്ട് ഒന്ന് ഫ്രണ്ടിലേക്കാക്കി വെച്ച് കൊടുത്തു കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്ത ഭാഗം ഒന്ന് ഫിനിഷ് ചെയ്ത് കൊടുക്കുകയാണ്. ടോപ്പർ ഞാൻ സ്റ്റോക്ക് ഉണ്ടെന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്, പക്ഷേ അതിലുണ്ടായിരുന്നില്ല കേട്ടോ. ആനിവേഴ്സറി ഉണ്ടായിരുന്നു, പക്ഷേ ഹാപ്പി ബർത്ത്ഡേ അടുത്ത് ലാസ്റ്റ് വന്നിരുന്നിട്ടത്. പിന്നെ അവനായതുകൊണ്ട് ഞാനത് അങ്ങനെ കൊടുത്തു വിട്ടു. പുറത്തുള്ള കസ്റ്റമേഴ്സ് ആണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് പറ്റില്ലല്ലോ. പിന്നെ പെട്ടെന്ന് പോയി മേടിക്കാനുള്ളൊരു ടൈമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ 2 വർക്കും ഫുള്ളി കംപ്ലീറ്റ് ചെയ്തിട്ട് അത് ബോക്സ് ചെയ്തിട്ട് നമ്മൾ എടുത്തു വെച്ചു കേട്ടോ. അപ്പോൾ ഒരു കേക്ക് ഡെലിവറി ചെയ്യാനുണ്ട്. ഈ ഒരു കേക്ക് അവർ വന്നിട്ട് വീട്ടിൽ വന്ന് എടുക്കും കേട്ടോ. അപ്പോൾ നമ്മൾ രണ്ടും അറ്റ് എ ടൈം ഒരുപോലെ ചെയ്തു, ഒരുപോലെ തന്നെ പാക്ക് ചെയ്ത് വെച്ചു കേട്ടോ. അപ്പോൾ ഒന്നുകൂടെ എളുപ്പമാണേ. അപ്പോൾ നമ്മൾ ആ ഒരു കേക്ക് നമ്മൾ ഡെലിവറി ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് നമ്മൾ ഫ്രീ ആയിട്ട് വേണം നമ്മൾ അടുത്ത കേക്കിൻ്റെ ഓർഡർ വന്നത്. നൈറ്റിലാണ് കേട്ടോ. ഈ ഒരു എൻഗേജ്മെൻറ്റിൻ്റെ ഓർഡറാണ്. ഈ ഓർഡർ ശരിക്കും ആദ്യം നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ, പക്ഷേ ഞാനത് ഡേറ്റ് മാർക്ക് ചെയ്യാൻ മറന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ രാത്രി വിളിച്ചിട്ട് നാളെ എപ്പോഴാണ് കേക്ക് എടുക്കാൻ വരിക എന്ന് ചോദിച്ചപ്പോഴാണ് കേട്ടോ ഞാനൊന്ന് ഞെട്ടിയത്. കേക്കിൻ്റെ കാര്യമേ എനിക്ക് ഓർമ്മ ഉണ്ടായിരുന്നില്ല. പിന്നെ അപ്പോൾ അവർ മെസ്സേജ് അയച്ച് നന്നായി എന്ന് തോന്നി. അപ്പോൾ ഇതൊരു ഇവൻറ്റ് മാനേജ്മെൻറ്റ് നമുക്ക് തരുന്ന ഓർഡറാണ് കേട്ടോ. അവരെ വെഡ്ഡിങ് കേക്ക് അതുപോലെ എൻഗേജ്മെൻറ്റിൻ്റെ ഓർഡറൊക്കെ വരുമ്പോൾ നമുക്ക് കിട്ടാറുണ്ട്. അപ്പോൾ ഇതിപ്പോൾ ഒരു എൻഗേജ്മെൻറ്റ് കേക്കാണ് കേട്ടോ. 2.5 കിലോ ആണ് വെയിറ്റ് വന്നിട്ട്. അപ്പോൾ നമ്മൾ 8 ഇഞ്ചിലും 6 ഇഞ്ചിലാണ് കേട്ടോ കേക്ക് ബേക്ക് ചെയ്യണത്. അപ്പോൾ ഇത് വാനിലയാണ് ഫ്ലേവർ വന്നിട്ട്. അപ്പോൾ നമ്മൾ രാത്രി തന്നെ ഓരോന്നായിട്ട് വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് ഫുള്ള് വർക്ക് കഴിഞ്ഞിട്ടാണ് കേട്ടോ ഞാൻ കിടക്കണത്. ഇല്ലാന്നുണ്ടെങ്കിൽ രാവിലെ 10 മണിക്ക് കേക്ക് കൊണ്ടുപോകണം. 10:30 ആകുമ്പോഴാണ് അവർ എൻഗേജ്മെൻറ്റിൻ്റെ ഫംഗ്ഷൻ നടക്കുന്നത്. അപ്പോൾ 10 മണിയാകുമ്പോൾ എന്തായാലും വീട്ടിൽ നിന്ന് കൊടുത്തയക്കണേന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ നൈറ്റിൽ ഫുള്ളി കംപ്ലീറ്റ് ചെയ്തിട്ട് സ്റ്റാക്കിങ്ങും ഫ്ലവേഴ്സും മാത്രം കേട്ടോ നമ്മൾ രാവിലെ ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെ ചെയ്യുന്നത് ഇപ്പോൾ രാത്രി 12 മണിക്കാണ് കേട്ടോ. കാരണം ഞാൻ 10 മണിക്കാണല്ലോ അവർ നമ്മളടുത്ത് ചോദിച്ചത്. അപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത്. പിന്നെ നമ്മൾ ഫുഡ് കഴിക്കലും വീട്ടിലെ കാര്യങ്ങളും അല്ലുവിനൊക്കെ ഉറക്കിയതിന് ശേഷമാണ് പിന്നെ ഫുള്ളി കംപ്ലീറ്റ് ചെയ്തത്. 2.5 കിലോനായതുകൊണ്ട് തന്നെ അത്യാവശ്യം ഹൈറ്റ് നമ്മൾ 8 ഇഞ്ചാണല്ലോ താഴെ എടുത്തത്. അപ്പോൾ അത് ഞാൻ 4 ലെയറും 6 ഇഞ്ചിൽ ബേക്ക് ചെയ്തത് 5 ലെയറും അങ്ങനെയാണ് കേട്ടോ ഞാൻ കേക്ക് എടുത്തിട്ടുള്ളത്. വാനിലയാണ് ഫ്ലേവർ വന്നിട്ട്. അപ്പം ഞാൻ ഇതിൽ നമ്മളെ മിക്സിൽ ഷുഗർ സിറപ്പിൽ ഞാൻ മിൽക്ക് മെയ്ഡ് ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് കേക്കിൽ സെപ്പറേറ്റ് ഞാൻ മിൽക്ക് മെയ്ഡ് ആഡ് ചെയ്യണില്ല കേട്ടോ. നമ്മളടുത്ത് മോഡലൊന്നും അവർ പറഞ്ഞിട്ടില്ല, നമ്മളിഷ്ടത്തിന് ചെയ്യാൻ പറഞ്ഞു. പക്ഷേ അവർക്ക് അവരെ ബ്രൈഡിൻ്റെ കുറച്ച് നോട്ട്സ് എഴുതാണ്ടായിരുന്നു. അപ്പോൾ അത് ചെയ്ത് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കത് സെപ്പറേറ്റ് നമ്മൾ ആക്രിലിക്കിൽ കട്ട് ചെയ്തെടുക്കാനൊന്നുള്ള ടൈം ഉണ്ടായിരുന്നില്ല. കാരണം ആ ഒരു നൈറ്റിലാണല്ലോ ഷോപ്പൊക്കെ ക്ലോസ് ചെയ്തിട്ടുണ്ടാവും, രാവിലെ കൊടുക്കുകയും വേണം. അതുകൊണ്ട് ഞാൻ ഫോണ്ടൻറ്റിൽ ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ ഒരു കണ്ടീഷൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. മോഡൽ എങ്ങനെയായാലും അവർക്ക് കുഴപ്പമില്ല, 2.5 കിലോ കേക്ക് ആയാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ഒരു ഇവൻറ്റിന് നമ്മൾ ഓട്ടോയിൽ കേക്ക് അവരെ ലൊക്കേഷനിൽ നമ്മൾ എത്തിച്ചു കൊടുക്കലാണ് കേട്ടോ ഉള്ളത്.
നമുക്കങ്ങനെ പെട്ടെന്ന് ഓർഡേഴ്സ് വന്നു കഴിഞ്ഞാൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ എല്ലാ ഐറ്റംസും എപ്പോഴും സ്റ്റോക്ക് വേണം കേട്ടോ. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഇതുപോലെ നട്ടപ്പാതിരക്കൊന്നും ചെയ്യാൻ കഴിയില്ല. അപ്പോൾ അന്ന് ഭാഗ്യത്തിന് എൻ്റെ അടുത്ത് ഇവിടെ മുട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. സാധാരണ അങ്ങനെ ഒരുപാട് ഓർഡേഴ്സ് നമ്മൾ പ്രതീക്ഷിക്കാത്ത ഓർഡേഴ്സൊക്കെ വരുമ്പോൾ ചിലപ്പോൾ മുട്ട ഉണ്ടാവില്ല, ചിലപ്പോൾ നമ്മൾ ഓരോ ഐറ്റംസ് എന്താണോ അവർ പറയുന്ന ഫ്ലേവർ അതിനനുസരിച്ച് ചിലപ്പോൾ ആ ഐറ്റംസ് ഒന്നും ഉണ്ടാവില്ല കേട്ടോ. ഇതിപ്പോൾ വാനില ആയതുകൊണ്ട് പ്രശ്നമില്ലായിരുന്നു. ഇനി ഞാൻ എങ്ങനെയാണ് ഫോണ്ടൻറ്റിൽ പേര് എഴുതുക എന്നുള്ളത് നമുക്ക് കമൻ്റായിട്ട് ചോദിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇങ്ങനത്തെ ബ്രഷ് ഒന്നും യൂസ് ചെയ്യാറില്ല. ഞാൻ ഇങ്ങനത്തെ എഡിബിൾ പെന്നാണ് കേട്ടോ യൂസ് ചെയ്യാറുള്ളത്. ഇത് വെച്ചിട്ടാണ് ഞാൻ ചെയ്യാറുള്ളത്. കാരണം നമുക്ക് ഡയറക്റ്റ് കേക്കിൽ എഴുതലേറെ നല്ലത് ഞാനിങ്ങനെ അധികേറെ ഫോണ്ടൻറ്റിലാണ് കേട്ടോ മാക്സിമം എഴുതി കൊടുക്കാറുള്ളത്. കസ്റ്റമേഴ്സ് ഡയറക്റ്റ് എഴുതണമെന്ന് അത്രയും പറയുമ്പോൾ മാത്രമേ ഞാൻ അങ്ങനെ ചെയ്യാറുള്ളൂ. കാരണം എൻ്റെ ഹാൻഡ് റൈറ്റിംഗ് അത്രയും മോശമായിരിക്കും. ഇതാണ് അവർ കേക്കിൽ എഴുതി തരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാനിവിടെ ഫോണ്ടൻറ്റിൽ കട്ട് ചെയ്തിട്ട് ഞാൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഇതിപ്പോൾ രാവിലെയാണ് നമ്മൾ കേക്ക് സ്റ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കണേ. ഫ്ലവേഴ്സിന് കളറൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ എൻ്റെ കയ്യിൽ സ്റ്റോക്കുള്ളതിൽ എനിക്കിഷ്ടമായ രണ്ട് കളേഴ്സ് ഞാൻ ചൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കേക്കിൻ്റെ മുകളിലായിട്ട് ഞാൻ സ്ക്രൈപ്പർ ഡിസൈനാണ് കേട്ടോ താഴെയും മുകളിലായിട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ എനിക്ക് തോന്നി മുകളിലത്തെ കേക്ക് കുറച്ച് രണ്ടും താഴത്തത് 4 ലെയറും മുകളിലത്തത് 5 ലെയർ ആയതുകൊണ്ട് സെപ്പറേറ്റ് നിൽക്കുന്നുണ്ട് തോന്നിയതുകൊണ്ട് ഞാനൊരു ലൈസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഹൈറ്റ് കറക്റ്റായിട്ട് കിട്ടും. ഇപ്പോൾ ഇത് കേക്ക് കാണാൻ വന്ന ഒരാളാണ് കേട്ടോ. അവൾക്കിത് ഇടയ്ക്കിടയ്ക്ക് കേക്ക് ഉണ്ടാക്കുന്നുണ്ടോ, കേക്ക് കൊണ്ടുപോകുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് അവളെപ്പോഴും കാണാൻ വരലുണ്ട്. അപ്പോൾ ഞാൻ അങ്ങനെ ക്യാമറയുടെ ഓണാണെന്ന് അവളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവൾ പതുക്കെ ഒന്ന് മാറി നിന്നിട്ടുണ്ടേ. അപ്പോൾ കേക്ക് കൊണ്ടുപോകാൻ ഓട്ടോ എത്തിയിട്ടുണ്ട്. ഞാൻ ഓട്ടോയിൽ കറക്റ്റാക്കിയിട്ട് സേഫായിട്ട് കൊണ്ടുപോയി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ കൊണ്ടുപോയപ്പോക്കിന് ടൈം ഒരുപാടായിരുന്നു. കാരണം ഞാൻ ഉച്ചക്കൊക്കെയുള്ള ലഞ്ച് ഒന്നും റെഡിയാക്കിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ എളുപ്പമായിട്ട് നമുക്ക് നെയ്ച്ചോറും ചിക്കൻ കറിയും വെക്കാമെന്നുള്ളത്. പിന്നെ ഇപ്പോൾ സാധാ ചോറൊക്കെ വെച്ച് കഴിഞ്ഞാൽ അതിൽ ഉപ്പേരിയും കറിയും മീൻ എന്നൊക്കെ ആകുമ്പോൾ ഒരുപാട് ടൈം എടുക്കും. അതുകൊണ്ട് എളുപ്പം ഈ ഒരു പരിപാടിയാണ് കേട്ടോ. കാരണം ഇക്ക് ഫുഡ് കഴിക്കാൻ വരും. അപ്പോൾ ഞാനിവിടെ ചിക്കൻ കറിയും നെയ്ച്ചോറും സെറ്റാക്കാമെന്ന് വിചാരിച്ചു. ഫുഡൊക്കെ ഉണ്ടാക്കിയതിന് ശേഷം വേണം നമ്മൾ വീട് ഫുള്ള് ക്ലീൻ ചെയ്യാൻ. കാരണം പിന്നെ അതിനുള്ളൊരു ടൈമൊന്നും എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. കാരണം മോനക്ക് ഫുഡ് കൊടുക്കാനുള്ള ടൈം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല, ഒന്നും റെഡി ആയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അവനക്ക് ഞാൻ എന്തെങ്കിലും സെപ്പറേറ്റ് ആയിട്ട് സ്നാക്സോ എന്തെങ്കിലുമൊക്കെ ഞാൻ കൊടുക്കാറുള്ളതാണ്. അപ്പോൾ ഈ ഒരു കറിയും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ട് വേണം നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ അടുത്ത ദിവസത്തിലെ കേക്ക് വേണ്ടിയിട്ട് ചെയ്യാൻ നിൽക്കാൻ. അപ്പോൾ ഓൾറെഡി നമുക്ക് ഒരു ഓർഡറും കൂടി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ അത് ഇതുപോലെ നൈറ്റിലെല്ലാം കഴിഞ്ഞിട്ട് ചെയ്യാമെന്നുള്ളത് കേട്ടോ. ഇങ്ങനെ ആവുമ്പോൾ ഉറക്കം ശരിയാവില്ല, അതാണ് വലിയ വിഷയം നൈറ്റിലാവുമ്പോൾ. അപ്പോൾ ഒരുപാട് ദിവസത്തെ ഉറക്കം പെൻഡിങ് ആയിട്ട് കിടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഇനി ഓർഡേഴ്സ് ഇല്ലാത്ത ദിവസം നമുക്കൊരു വീടിൻ്റെ ഡീപ്പ് ക്ലീനിങ് ഉണ്ടാവും. അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഉറക്കമൊക്കെ ശരിയാവണമെന്നുണ്ടെങ്കിൽ അടുപ്പിച്ച് 2-3 ദിവസം ഓർഡേഴ്സ് ഇല്ലെങ്കിലാണ് കേട്ടോ നമ്മൾ പഴയ ഒരു ടൈം ടേബിളും നമുക്ക് നമ്മൾ ഉറക്കവും ക്ഷീണവും കാര്യങ്ങളൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ പറ്റുക. അടുപ്പിച്ച് നമുക്ക് ഓർഡേഴ്സ് ഉണ്ടെങ്കിൽ എല്ലാം ഒരു കഥയായിരിക്കും കേട്ടോ. ഡേ ഇൻ മൈ ലൈഫ് എന്നൊക്കെ പറയുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യണമെന്നൊക്കെ എനിക്കറിയാം. പക്ഷേ അതൊന്നും സെപ്പറേറ്റ് വീഡിയോ എടുക്കാനുള്ള ടൈം എനിക്ക് കിട്ടില്ല കേട്ടോ. നമുക്ക് ഇപ്പോൾ ഈ എടുത്ത കേക്കിൻ്റെ വീഡിയോസ് തന്നെ എഡിറ്റ് ചെയ്യാൻ തന്നെ അത്യാവശ്യം ടൈം എടുക്കും. അപ്പോൾ അതിനും ടൈം വേണം. അപ്പോൾ നമുക്ക് സെപ്പറേറ്റ് ബാക്കിയുള്ള കാര്യങ്ങൾ വീഡിയോസ് എടുക്കാൻ ടൈം കിട്ടാറില്ല. അപ്പോൾ നമ്മളെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ഞങ്ങൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, കൂടെ ഫ്രണ്ട്സുകൾക്കൊക്കെ ഒന്ന് ഷെയറും ചെയ്യണേ. നമ്മളെ കേക്കിൻ്റെ ഡെലിവറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ അതിനെപ്പറ്റി കൂടുതൽ ചോദിക്കാറുണ്ട് കേട്ടോ. ഞാൻ അങ്ങനെ ഡെലിവറി ഒന്നും ചെയ്യാറില്ല. എനിക്ക് സ്കൂട്ടിയിൽ കേക്ക് ഡെലിവറി ചെയ്യാൻ എനിക്ക് ഭയങ്കര പേടിയാണ് കേട്ടോ. ഇക്കൊണ്ടെന്നുണ്ടെങ്കിൽ ഇക്കോണ് കൊണ്ടുപോയി കൊടുക്കാറ്. ഞാനിപ്പോൾ ആയിട്ട് 2-3 കേക്ക് കൊണ്ടുപോയെന്നേ ഉള്ളൂ. അത് നമ്മൾ അത്രയും അർജൻറ്റ് ഘട്ടത്തിൽ ആരും ഇല്ലാത്തൊരു സിറ്റുവേഷനൊക്കെ ആകുമ്പോഴേട്ടോ മാക്സിമം ഞാൻ കൊണ്ടുപോകാറില്ല. കാരണം എനിക്കത് ഭയങ്കര പേടിയാണ് കേട്ടോ. കാരണം എൻ്റെ കാല് തട്ടുമെന്നുള്ള പേടിയാണ് മെയിനായിട്ട്. അപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മൾ കസ്റ്റമേഴ്സിനോട് ഇവിടെ വന്ന് പിക്ക് ചെയ്യാനാണ് കേട്ടോ പറയാറുള്ളത്. കാരണം നമുക്ക് സൺഡേ ആകുമ്പോഴേ എനിക്കിവിടെ ഉണ്ടാവുള്ളൂ, ബാക്കിയുള്ള ദിവസമൊന്നും ഇവിടെ ആരും ഉണ്ടാവില്ല. ഇനിയിപ്പോൾ നമ്മളിവിടെ ഉണ്ടെങ്കിലും കാറിലായാലും സ്കൂട്ടിയിൽ പോകണമെന്നുണ്ടെങ്കിലും എനിക്ക് ചിലപ്പോൾ ഒഴിവുണ്ടാവില്ല. കാരണം നമുക്ക് കേക്കിൻ്റെ വർക്കും വീട്ടിലെ കാര്യങ്ങളും മക്കളെ കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് ഇതിൻ്റെ ഇടയിൽ കേക്ക് ഡെലിവറി ചെയ്യാനുള്ള ടൈമിനൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മളെല്ലാ കാര്യങ്ങളും അതവിടെ കിടക്കും കേട്ടോ. അപ്പോൾ നമ്മൾ അല്ലുവിനെ നോക്കാൻ ഒരാളുണ്ടെങ്കിലൊക്കെ നമുക്ക് അത് കൊണ്ടുപോയി കൊടുക്കാനും പറ്റുള്ളൂ. അപ്പോൾ മാക്സിമം നമ്മൾ കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് ഇവിടെ നിന്ന് മേടിക്കാൻ പറയും. അവർക്ക് വീട്ടിൽ ആളില്ല എന്നുണ്ടെങ്കിൽ കൂടുതലും ഞാൻ ഓട്ടോയിൽ അയക്കാമെന്ന് പറയും. അപ്പോൾ ഓട്ടോ ചാർജ് അവർ കൊടുക്കണം കേട്ടോ. ഇനി നല്ല ലോങ് ആണെന്നുണ്ടെങ്കിൽ മാത്രം നമ്മൾ പകുതി
ഓട്ടോ ചാർജ് ഞാൻ എടുക്കും, പകുതി ഓട്ടോ ചാർജ് അവരെടുക്കും. അതിപ്പോൾ ഹാഫ് kg 1 kg ഒന്നുമല്ല, 1.5 കിലോ കേക്കൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അങ്ങനെയാണ് കേട്ടോ ചെയ്യുക. നല്ല ലോങ് ആയിട്ട് പോകണമെന്നുണ്ടെങ്കിൽ അപ്പം നമ്മൾ പകുതി പൈസ ഞാൻ, പകുതി പൈസ ആ കസ്റ്റമർ എടുക്കും. അങ്ങനെയാണ് കേട്ടോ നമ്മൾ ഡെലിവറിയുടെ കാര്യങ്ങൾ.